അതിരാവിലെ തന്നെ ഗോവർദ്ധൻ അങ്കിളിൻ്റെ കോള് വരാണ് കേട്ടോ അലീനയുടെ ഫോണിലേക്ക്. എന്നാൽ കോള് വന്നതൊന്നും അലീന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കൃഷ്ണമോളാണ് അലീനയ്ക്ക് ഫോൺ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചി ഗോവർദ്ധൻ അങ്കിള് വിളിച്ചിരുന്നു, ഞാൻ കോൾ എടുക്കാൻ പോയപ്പോഴേക്കും കോള് കട്ടായി, ചേച്ചി ഒന്ന് തിരിച്ച് വിളിച്ചേ, എന്താണെന്ന് ചോദിച്ചേ, എന്താണെന്ന് അറിയാഞ്ഞിട്ട് വല്ലാത്തൊരു ടെൻഷൻ തോന്നാണ് അങ്കിളിൻ്റെ കോള് വന്നപ്പോൾ, ചേച്ചി പെട്ടെന്നൊന്ന് തിരിച്ചു വിളിച്ച് നോക്ക്, എന്താണെന്നറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് അലീനയ്ക്ക് ഫോൺ കൊടുക്കുകയാണ്. അലീന പെട്ടെന്ന് തന്നെ ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ പറയാണ്, മോളെ ഇന്ന് അവരെ 4 ആളെയും കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. നമ്മുടെ വക്കീൽ ജാമ്യാപേക്ഷയ്ക്ക് കൊടുത്തിട്ടുണ്ട്, എന്താന്ന് എങ്ങനെയാണെന്നൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വക്കീൽ വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോടതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവനെ നമുക്കൊന്ന് കാണാം, അല്ലാതെ സ്റ്റേഷനിലൊന്നും നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവനെ നമുക്ക് ആർക്കും കാണാനൊന്നും പറ്റില്ല. അപ്പം മനുവിനെയും കൂടി മോളൊന്ന് വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഒരു 11:30 ആ സമയത്ത് കോടതിയിൽ എത്താൻ നോക്കിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. ഒറ്റ ശ്വാസത്തിൽ ഗോവർദ്ധൻ ഇതെല്ലാം പറഞ്ഞ് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ അലീനയ്ക്ക് തിരിച്ചൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അലീന വീണ്ടും തിരിച്ച് വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അങ്കിളെ അച്ഛൻ എങ്ങനെയുണ്ട്, അച്ഛൻ്റെ വിവരമൊന്നും അങ്കിള് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, അളിയനിപ്പോൾ ഓക്കെയാണ്, ബാലേട്ടൻ ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഇപ്പോൾ ഒബ്സർവേഷനിൽ വേണമെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ബാലേട്ടനെ കാര്യം ഓർത്ത് നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട, ഏട്ടൻ പഴയ പോലെ നല്ല ഉഷാറായിട്ട് തിരിച്ചു വന്നോളും, മോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ലപോലെ നോക്കണേ, ഞാനേ കോടതിയിലേക്ക് പോവാൻ റെഡി ആവുകയാണ്, ശരി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധൻ കോൾ കട്ട് ചെയ്യാണ്. അപ്പോൾ അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട്, അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ല മോളെ, അവിടെ അച്ഛൻ ഓക്കെയാണെന്നാണ് പറയുന്നത്, അവരെ അങ്കിള് കോടതിയിലേക്ക് പോവാൻ പോവാണ്, ഞാനൊന്ന് മനുവേട്ടനെ വിളിക്കട്ടെ കേട്ടോ, ഞങ്ങൾക്കും കൂടി കോടതിയിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ അവനെ ഒന്ന് നേരിട്ട് കാണാലോ എന്ന് പറഞ്ഞുകൊണ്ട് അലീന പെട്ടെന്ന് മനുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മനുവിനോട് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ മനു അറിഞ്ഞു അലീന, കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അപ്പോൾ ഇവിടേക്കും വക്കീൽ വിളിച്ചിരുന്നു. അപ്പോൾ 10-11 മണിയാവുന്ന സമയത്ത് കോടതിയിൽ എത്തുകയാണെങ്കിൽ അവരെ കാണാമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നീ പോരുന്നുണ്ടോ എന്ന് മനു ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് പോരണമെന്നുണ്ട് മനുവേട്ടാ എന്ന് പറയുമ്പോൾ മനു പറയുകയാണ്, എന്നാൽ നീ പെട്ടെന്ന് റെഡിയായി നിന്നോ, ഞങ്ങൾ ആ വഴിക്ക് തന്നെയാണ് വരുന്നത്, ഞാനും അച്ഛനും ഉണ്ടാവും, നിന്നെ ഞങ്ങൾ അവിടെ വന്ന് പിക്ക് ചെയ്തോളാം എന്ന് പറയുകയാണ്. അപ്പോൾ അലീന കോള് കട്ട് ചെയ്തതിന് ശേഷം കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മോളെ ചേച്ചി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ 2 ആളും കൂടി അതൊക്കെ എടുത്ത് കഴിക്കണേ, ഞാൻ എന്തായാലും കോടതിയിൽ പോയതിന് ശേഷം നിങ്ങളെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് അലീന പെട്ടെന്ന് തന്നെ റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം മനുവും ശിവനും കൂടി വന്നിട്ട് അലീനയെ പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാറിലിരുന്ന് ഇവർ 3 ആളും ഹരിയുടെയും രോഹിത്തിൻ്റെയും കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ അലീനയോട് ശിവൻ പറയുകയാണ്, അന്ന് മോൾ ആ കേസ് കൊടുത്തിരുന്നെങ്കിൽ അവർ ഇത്രയും വലിയ വഴിത്തിരിവിലേക്ക് പോവില്ലായിരുന്നു, എന്ത് പറഞ്ഞാലും അതും ഇതൊക്കെ കേസ് ഒന്ന് തന്നെയാണെങ്കിലും എനിക്കറിയില്ല മോളെ എന്തൊക്കെയാണ് ഈ നടക്കുന്നതെന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ രോഹിത്തിനോട് പറഞ്ഞതാണ് അങ്കിളെ, ഹരിയുടെ കൂടെ നടക്കല്ലേ, അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവന് വേറെ ഉണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ ശിവന് വല്ലാത്തൊരിത് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, എത്ര തിരുത്താൻ ഞാൻ ശ്രമിച്ചാലും അവനെ അമ്മ സപ്പോർട്ട് ചെയ്യും, പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെയോ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാറിൽ വെച്ചിട്ട് തന്നെ ശിവന് ഗോവർദ്ധൻ്റെ കോൾ വരുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഞാൻ കോടതിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഏട്ടൻ്റെ ഡോക്ടർ വന്നിരുന്നു, അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഏട്ടന് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, ഏട്ടനെ വീട്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ മാറ്റാം, ടെൻഷനൊന്നും കൊടുക്കാതിരുന്നാൽ മതി എന്നാണ് പറയുന്നത്, അപ്പോൾ എന്ത് വേണം ശിവേട്ട എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, എല്ലാവരും ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ ഗോവർദ്ധ, നീ ബാലനെ എന്തായാലും ഡിസ്ചാർജ് ചെയ്യ്, അവളെയും ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞതാണ്, അവളുടെ സാമർഥ്യമാണല്ലോ അവിടെ നടക്കുള്ളൂ, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, അവൾ അവിടെ നിൽക്കട്ടെ, നീ ബാലചന്ദ്രനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞു വിടാനുള്ള തയ്യാറെടുപ്പുകൾ നോക്കിക്കോ, എന്നിട്ട് നീ കോടതിയിലേക്ക് എത്താൻ നോക്ക് എന്ന് പറയുകയാണ്.
ഇവർ ആ കറക്റ്റ് സമയത്ത് തന്നെ കോടതിയിൽ എത്തുന്നുണ്ട്. കാറിൽ നിന്ന് ഇവർ പുറത്തിറങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ കൂട്ടബലാത്സംഗ പ്രതികളെ കോടതിയിൽ ഇന്ന് ഹാജരാക്കുകയാണെന്ന് അറിഞ്ഞിട്ട് എല്ലാ പത്രപ്രവർത്തകരും ന്യൂസ് ചാനലും ഓൺലൈൻ മീഡിയാസും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊന്നും ഇനി അതിൽ കൂടി പെടണ്ട എന്ന് വിചാരിച്ചിട്ട് ഇവർ കാറിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് പോലീസിൻ്റെ ഒരു വാൻ വരുന്നുണ്ട്. വാനിൽ നിന്നും ഇവർ 4 ആളും ഇറങ്ങി വരുന്നത് കണ്ടിട്ട് അലീനയ്ക്കും ശിവനും മനുവിനും ഒക്കെ ഭയങ്കര വിഷമം തോന്നുകയാണ് കേട്ടോ. വല്ലാത്തൊരു ക്ഷീണവും പോലീസുകാരെ തല്ല് കിട്ടിയതിൻ്റേതായിട്ടുള്ള പാടുകളും ഒക്കെ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുകയാണ്. രോഹിത്ത് പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കാറ് കാണുകയാണ്. അപ്പോൾ ശിവേട്ടൻ്റെ കാറ് കാണുമ്പോൾ തന്നെ രോഹിത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇവർ 3 ആളെയും കാണുകയാണ്. രോഹിത്തിന് ആകെ നാണക്കേടും വിഷമമൊക്കെ കാരണം രോഹിത്ത് പെട്ടെന്ന് ഇങ്ങനെ തല താഴ്ത്തുകയാണ്. പിന്നെ അപ്പോൾ രോഹിത്ത് ഇങ്ങനെ പതിയെ ആവുമ്പോൾ ഒരു പോലീസുകാരൻ പിടിച്ച് ഒരൊറ്റ തള്ളു കൊടുക്കുകയാണ് കേട്ടോ. നടക്കടാ നേരെ നോക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രോഹിത്ത് ഇങ്ങനെ വീഴാൻ പോകുന്നത് കാണുമ്പോൾ അലീനയ്ക്കൊക്കെ വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്. അവസ്ഥ ഇങ്ങനത്തെ ആണെങ്കിൽ പോലും നമ്മുടെ സഹോദരങ്ങളാണല്ലോ. അപ്പോൾ നമുക്കെന്തായാലും ആ ഒരു മനസ്സലിവ് തോന്നും. കോടതിയിൽ നിന്ന് ഇവരെ കേസ് വിളിക്കുന്ന സമയമാവുമ്പോൾ നമുക്ക് അകത്തേക്ക് ചെന്നാൽ മതി അച്ഛാ, അല്ലാതെ ഇപ്പം പോണ്ട എന്ന് പറയുകയാണ് കേട്ടോ മനു. അപ്പോൾ ഇവർ 3 ആളും കാറിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ വരുന്നുണ്ട്. ഗോവർദ്ധൻ ഇവരെ കണ്ടിട്ട് കൈ കൊണ്ട് അകത്തേക്ക് പോവുകയാണെന്ന് കാണിച്ചുകൊണ്ട് ഗോവർദ്ധൻ കോടതിയിലേക്ക് തന്നെ കയറി ചെല്ലുകയാണ്. അപ്പോൾ കോടതിയിൽ ഗോവർദ്ധൻ കയറി ചെല്ലുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് തന്നെ കേസ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കേസ് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഓൺലൈൻ മീഡിയാസും ന്യൂസ് വീഡിയോസും ഒക്കെ അകത്തേക്ക് തള്ളി കയറുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ മനു പറയുന്നുണ്ട്, നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അച്ഛാ, അച്ഛൻ കണ്ടില്ലേ, അതാണ് അവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ അലീന പറയുന്നുണ്ട്, നമുക്കതൊന്നും നോക്കണ്ട മനുവേട്ടാ, നമ്മൾ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അപ്പോൾ നമുക്ക് അകത്തേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ഇവർ 3 ആളും കാറിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ കോടതി വിധി ഇവർക്കെതിരെ തന്നെ ആവുകയാണ് കേട്ടോ. ഇവർക്ക് ജാമ്യാപേക്ഷ തള്ളുകയാണ്. ഇവരെ 14 ദിവസത്തേക്ക് കേസന്വേഷണത്തിനായിട്ട് പോലീസിന് വിട്ടുകൊടുക്കാൻ കോടതി ഉത്തരവിടുകയാണ്. മറ്റവർക്ക് 3 ആൾക്കും ഒരു കൂസലില്ലാണ്ട് തന്നെ നിൽക്കുകയാണ്. രോഹിത്തിനെ കാണുമ്പോൾ മാത്രം എന്തോ വല്ലാത്തൊരു കുറ്റബോധവും ചെയ്തു പോയത് തെറ്റാണെന്നുള്ളൊക്കെ ഒരു ഭാവം അവനിൽ മാത്രമേ തോന്നുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവരെയൊക്കെ അവർ 4 ആളും അവരുടെ ഫാമിലീസ് എല്ലാവരും വന്നിട്ടുണ്ടല്ലോ അവിടെ. അപ്പോൾ എല്ലാവരും ഇവർ കാണുന്നുണ്ട്. രോഹിത്തിന് വല്ലാത്തൊരു വിഷമാണ്. രോഹിത്ത് കുമ്പിട്ട് തല പിന്നെ അവൻ ഉയർത്തി നോക്കുന്നു പോലുമില്ല. എന്നാൽ ഹരിയാണെങ്കിൽ ഹരി ഇവരെ നോക്കിയ പാടെ ഹരിയും ഇങ്ങനെ തല താഴ്ത്തി തന്നെ നിൽക്കുകയാണ്. എങ്കിലും അവനായ ഭാവം അവൻ്റെ മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇവരടുത്തു കൂടെ തന്നെ രോഹിത്തിനെയും ഹരിയെയും മറ്റ് 2 പേരെയും പോലീസുകാർ തള്ളി പോലീസ് ജീപ്പിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഫ്രണ്ടിൽ എത്തുമ്പോൾ തന്നെ ഹരിയും രോഹിത്തും ഇവരെ തല ഉയർത്തി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ മനു ഇവരെ നോക്കിക്കൊണ്ട് ഛേ എന്ന് കാണിച്ച് മുഖം ഇങ്ങനെ തിരിക്കുകയാണ്. ഹരിയെ കണ്ട പാടെ മനുവിന് ദേഷ്യമാണ് വന്നത്. ഇവരെ 4 ആളെയും തിരിച്ച് പോലീസുകാർ എന്നെ കൊണ്ടുപോവുകയാണ്. ഇവർ ഹരിയും രോഹിത്തും പോയതിന് ശേഷം അലീനയും മനുവും ഗോവർദ്ധനും ശിവനും കൂടി അവർ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പോൾ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ബാലചന്ദ്രൻ എത്തിയിട്ടുണ്ടാവും. ബാലചന്ദ്രനെ അകത്ത് കയറ്റി കിടത്തിയതിന് ശേഷം ബബിതയും കൃഷ്ണമോളും അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ ഇവർ ചെല്ലുമ്പോൾ. അലീന അച്ഛനെ കാണുമ്പോൾ തന്നെ ഓടി അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ 14 ദിവസത്തേക്ക് അവരെ കേസിന് വേണ്ടിയിട്ട് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്, അവർക്ക് ജാമ്യം കിട്ടിയില്ല, അച്ഛൻ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട കേട്ടോ, നമുക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാം എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല എൻ്റെ മനസ്സ്, എനിക്ക് അവൻ രക്ഷപ്പെടണമെന്ന് ഒരു തരി പോലും ആഗ്രഹമില്ല, പക്ഷേ എൻ്റെ മകനായിപ്പോയില്ലേ, അത് മാത്രമാണ് എൻ്റെ മനസ്സുകൊണ്ട് അവനോടുള്ളൊരു സഹതാപം, അതിനപ്പുറം എനിക്ക് അവനെ വെറുപ്പും ദേഷ്യവും എല്ലാം തോന്നുകയാണ് എന്ന് പറയുന്നുണ്ട്. ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഏട്ടൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, ഞങ്ങൾ വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തോളാം.
അലീന അപ്പോൾ പറയുന്നുണ്ട്, ഇതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അച്ഛാ, അല്ലാതെ എനിക്ക് ഇതൊന്നും എല്ലാം കേട്ടിട്ട് സത്യമാണെന്നൊന്നും തോന്നുന്നില്ല. രോഹിത് അന്നും വിളിച്ച് കരയുന്നുണ്ടായിരുന്നു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് റിങ്ങും 5000 രൂപയുമൊക്കെ എങ്ങനെയാണ് ആ കുട്ടിയുടെ കയ്യിൽ എത്തിപ്പെട്ടത്? അതിനുള്ള മറുപടി മാത്രം നിങ്ങൾ എനിക്ക് തന്നാൽ മതി എന്ന് പറയുമ്പോൾ ആരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, കാര്യം ശരി, എൻ്റെ അനിയനൊക്കെ ആണെങ്കിലും അവൻ ആ ഹരി തന്നെയാണ് എല്ലാവരെയും കൊണ്ടുപോയിട്ട് ഓരോന്നിലും കൊടുക്കുന്നത്. അത് ഞാൻ മുമ്പേ അവനെ വാൺ ചെയ്യുമ്പോഴെല്ലാം അവൻ ചെറുതാണെന്നും അവൻ പഠിക്കുന്ന കുട്ടിയാണെന്നും അവനില്ലാത്ത ദുശീലങ്ങൾ ഞാൻ പറഞ്ഞാണ് അവനിലേക്ക് എത്തിക്കുന്നതെന്നൊക്കെ ആയിരുന്നു അമ്മ എന്നിൽ കണ്ടിരുന്ന കുറ്റം. ഇപ്പം എന്ത് വന്നു? ഇപ്പം പുറത്തിറങ്ങാനും പറ്റുന്നില്ല. ഫോൺ വിളിച്ചിട്ട് ആര് വിളിച്ചാലും ഫോൺ സൈലൻ്റ് ആക്കി ഒരുത്തി കൊണ്ട് വെച്ച് നടക്കുകയാണ്. എനിക്കിതിൽ കൂടുതൽ എന്താ പറയാൻ പറ്റുക? പോരാത്തതിന് ഇപ്പോഴും പറയുന്ന പഴി മുഴുവനും മറ്റുള്ളവരെയും. അപ്പം അലീന ചോദിക്കുകയാണ് കേട്ടോ, മറ്റുള്ളവരാര്? ഞാൻ തന്നെ ആയിരിക്കും അല്ലേ മനുവേട്ടാ എന്ന് പറയുമ്പോൾ മനു ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ. കൊല്ലപ്പള്ളിയിൽ അവരാകെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. ഇനി അവിടെ ചെന്നിട്ട് കമലയോട് ഞാൻ എന്ത് പറയുമെന്നാണ് ആലോചിക്കുന്നത്. എന്ത് പറയാനാണ് അച്ഛൻ അമ്മയോട്? അമ്മയോട് പ്രത്യേകിച്ചൊന്നും പറയണമെന്നില്ല. അമ്മയോട് പറയാ എന്ത്? അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ വളർത്തുഗുണം കൊണ്ട് കുറച്ച് ദിവസം പോലീസുകാർ ഗുണപാഠം പഠിപ്പിക്കാൻ കൊണ്ടുപോയി എന്ന് മാത്രം അച്ഛൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. മനുവും ശിവനും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അലീന ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അച്ഛാ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, അവൻ ഇതിൽ പെട്ടിട്ടില്ല എന്നൊരു തോന്നൽ. ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ അന്ന് അവൻ വന്ന ഒരു വരവും ആകെപ്പാടൊരു പന്തികേടുണ്ടായിരുന്നു എന്ന്. അവനൊരു പക്ഷെ അതെല്ലാം കണ്ട് പേടിച്ചിട്ട് അവിടെ നിന്നും ഒഴിവായി പോകുന്നതാണെങ്കിലോ എന്നൊക്കെ ബാലചന്ദ്രനോട് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അത് തന്നെയാണ് മോളെ ഞാൻ ചോദിക്കുന്നത്. അവന് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ തെറ്റിന് അവൻ കൂട്ടു നിൽക്കരുതായിരുന്നല്ലോ. അങ്ങനെ ഈ കുട്ടിയെ അവർ ട്രാപ്പ് ചെയ്യാൻ അവർ കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും അവന് ആ കുട്ടിയെ രക്ഷിക്കണമായിരുന്നല്ലോ. അതൊക്കെ എന്താ അവൻ ചെയ്യാതിരുന്നത്? എനിക്കിതൊന്നും കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അലീന, നീ എന്താണ് ഈ പറയുന്നതെന്ന്. അവൻ എന്തിനാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ എങ്ങനെയാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാവുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചി ശരിയല്ലേ അച്ഛൻ ചോദിക്കുന്നത്. നമുക്ക് ആർക്കെങ്കിലും ആണ് ഇങ്ങനെ പറ്റിയെന്നുണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കേണ്ട ആളല്ലേ രോഹിത്തേട്ടൻ അത് മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ. നമ്മളെപ്പോലുള്ളൊരു പെൺകുട്ടിയാണ് ഹരിയേട്ടൻ്റെ അവരെ കൂട്ടുകാരന്മാരെയും കയ്യിൽ അകപ്പെട്ടതെന്നൊന്നും രോഹിത്തേട്ടൻ ചിന്തിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അലീന എന്തോ ഇങ്ങനെ ആലോചിച്ച് നിന്നതിന് ശേഷം അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് പുറത്തേക്കൊന്ന് പോകണമായിരുന്നു എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എവിടേക്ക്? അച്ഛാ ഞാൻ പള്ളിയിൽ വരെ ഒന്ന്. മോളെ നീ ഈ സമയത്ത് പുറത്തൊന്നും ഇറങ്ങണ്ട, നിനക്കത് വല്ലാതെ ദോഷം ചെയ്യും. നീ ഈ വീട്ടിലെ പെൺകുട്ടിയാണെന്നെല്ലാം അവർക്കറിയാവുന്നതാണ്. പുറത്താരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ വല്ല ഉപദ്രവിക്കാൻ ശ്രമിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, പുറത്തായിരിക്കും ഞാനിവിടുത്തെ വേലക്കാരിയാണെന്നല്ലേ അച്ഛാ അറിയുള്ളൂ, അതിൽ കൂടുതൽ ആർക്കും ഒന്നും അറിയില്ലല്ലോ എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ മനസ്സോടെ സമ്മതിക്കുകയാണ് കേട്ടോ. എന്നാൽ അലീനയുടെ മനസ്സിൽ ശരണ്യയെ കാണാൻ പോകണം എന്ന് മാത്രമായിരുന്നു, അല്ലാതെ പള്ളിയിലേക്കൊന്നുമല്ല അവൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അലീന ഇതേ സമയം തൻ്റെ റൂമിൽ കയറി വാതിലടച്ചിട്ട് മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവിനോട് ചോദിക്കുന്നുണ്ട്, മനുവേട്ടാ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. ഇന്ന് കോടതിയിൽ അവരുടെ പോലീസുകാരുടെ വക്കീൽ വാദിച്ചപ്പോൾ അവർ പറഞ്ഞില്ലായിരുന്നോ എന്തോ ഒരു മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ കാര്യം, ആ കുട്ടിയെ പീഡിപ്പിച്ചവർക്കെതിരെ ആയിട്ടാണ് മെഡിക്കൽ റിപ്പോർട്ട് വന്നതെന്ന്. ആ മെഡിക്കൽ റിപ്പോർട്ടിൽ ഇവരെ 4 ആളും പ്രതികളാണെന്ന് തന്നെയാണോ ഉണ്ടായിട്ടുണ്ടാവുക? അങ്ങനെ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്,
അതാണല്ലോ അവർക്കെതിരെയെന്ന് പറഞ്ഞ് അദ്ദേഹം വാദിച്ചത്. അതെന്താ നിനക്കിപ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നാൻ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അതെല്ലാം പറയുമ്പോഴേ ഞാൻ രോഹിത്തിനെയാണ് ശ്രദ്ധിച്ചത്. രോഹിത്ത് അപ്പോഴും അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇല്ല ഇല്ല ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് രോഹിത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മനുവേട്ടാ. എനിക്ക് ആ മെഡിക്കൽ റിപ്പോർട്ടിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ്. മനുവേട്ടൻ എൻ്റെ കൂടെ ഒരിടം വരെ വരാവോ എന്ന് ചോദിക്കുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ഇതിനിടയ്ക്ക് നീ എവിടേക്കാ മോളെ ഈ ഇടത്തേക്ക് പോകണം എന്നൊക്കെ ഈ പറയുന്നത്? മനുവേട്ടാ, രോഹിത്ത് ഇതിൽ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന് ഏറ്റവും വലിയ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ മുന്നിൽ ഞാൻ തന്നെ ഉണ്ടാവും. പക്ഷെ അവൻ ഇതിൽ പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് തന്നെ ഇല്ലേ മനുവേട്ടാ? ഞാൻ അവൻ്റെ ചേച്ചിയല്ലേ. എൻ്റെ കൂടെ മനുവേട്ടൻ ഒരിടം വരെ വന്നാൽ മാത്രം മതി, കൂടുതലൊന്നും വേണ്ട. മനുവേട്ടൻ കാറിൽ നിന്ന് പോലും ഇറങ്ങണ്ട, എന്നെ ഒന്ന് വന്ന് പിക്ക് ചെയ്യാമോ, എൻ്റെ കൂടെ ഒന്ന് വരാമോ എന്ന് അവളിങ്ങനെ വല്ലാണ്ട് അപേക്ഷിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, എങ്കിലും നീ പുറത്തേക്ക് ഇറങ്ങി നിന്നോ, ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ നിൻ്റെ അടുത്തേക്ക് എത്താം എന്ന് പറഞ്ഞ് മനു കോൾ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടാളും കൂടി യാത്ര തിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴി അലീന മനുവിനോട് പറയുന്നുണ്ട്, എനിക്ക് പോകേണ്ടത് ശരണ്യയുടെ വീട്ടിലേക്കാണ് മനുവേട്ടാ. ആദ്യം എനിക്ക് അറിയേണ്ടത് ശരണ്യയിൽ നിന്നാണ് ഇവർ 4 ആളും തന്നെ അവളെ ഉപദ്രവിക്കാൻ കൂട്ടുനിന്നിരുന്നോ എന്ന്. അങ്ങനെ ഇവർ ശരണ്യയുടെ വീടൊക്കെ അന്വേഷിച്ച് എത്തുകയാണ്. അപ്പോൾ അലീന മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ടൻ എന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് മനുവേട്ടൻ കാറായിട്ട് അവിടേക്ക് എവിടേക്കെങ്കിലും മാറി നിന്നോ, എന്നെ ചിലപ്പോൾ ആയിരിക്കും സംശയം തോന്നില്ല, എന്നാൽ മനുവേട്ടനെ ആരെങ്കിലും കണ്ടാൽ അതൊരു വലിയ പ്രശ്നമായി മാറും, ഇവിടെ ഞാൻ ആരോടെങ്കിലും ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അലീന ഒരു കോളനിയുടെ ഉള്ളിലേക്കാണ് കേട്ടോ ഇറങ്ങിപ്പോകുന്നത്. ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ വീടുകളൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് താമസിച്ചിരിക്കുന്നൊരു ഏരിയ. അങ്ങനെ അലീന അവിടേക്ക് എത്തുമ്പോൾ ഒരു ആളോട് ചോദിക്കുന്നുണ്ട് ശരണ്യയുടെ വീട് എവിടെയാണെന്ന്. അപ്പോൾ അദ്ദേഹം ഒരു ചെറിയൊരു വീട് കാണിച്ചിട്ട് പറയുന്നുണ്ട്, അതാണ് വീടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യയെ മെഡിക്കൽ ചെക്കപ്പിനൊക്കെ ശേഷം തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അവളുടെ ന്യൂസൊക്കെ എടുക്കാനായിട്ട് ഓൺലൈൻ മീഡിയാസൊക്കെ വന്നിട്ടുണ്ട്. അലീനയ്ക്ക് അവിടെ ആൾക്കൂട്ടമൊക്കെ കണ്ടിട്ട് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും അവൾ വന്ന കാര്യം നടക്കണമല്ലോ എന്നാലോചിച്ച് അവൾ ആ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ഇത് ശരണ്യയുടെ വീടല്ലേ എന്ന് അവിടെ ഒരു ചെയറിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരാളോട് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ശരണ്യയെ എനിക്കൊന്ന് കാണാമോ എന്ന് ചോദിക്കുമ്പോൾ എവിടെ നിന്നാണ്, ആരാണ് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനിങ്ങനെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്നാണ്, ഞാൻ അവിടുത്തെ സെർവൻ്റാണ് എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, അവിടെ നിന്നും ഇവിടേക്ക് വരാൻ എത്രമാത്രം ധൈര്യം ഉണ്ടായിട്ട് വേണം നിനക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് വല്ലാതെ അവളോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും അവിടെ നിന്നിരുന്ന ഏതോ ഒരാൾ വന്നിട്ട് ഇവളുടെ മുഖത്തേക്ക് ഇങ്ങനെ വെറുതെ ഒരു ആവശ്യമില്ലാതെ ഇങ്ങനെ അടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മൊഴി മാറ്റി പറയിപ്പിക്കാൻ വേണ്ടി നിന്നെ വിട്ടതായിരിക്കും അവിടെ നിന്ന് അല്ലേ എന്ന് ചോദിച്ച് അവൾ അപ്പോഴേക്കും തരിച്ചുകൊണ്ട് ഇങ്ങനെ മുഖം പൊത്തിപ്പിടിച്ച് അവളിങ്ങനെ നോക്കുകയാണ് കേട്ടോ അവരെ. അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ അങ്ങനെ അവൾ കയറി അടിക്കുന്നു. അപ്പോഴേക്കും അവളെ വായിൽ നിന്ന് ബ്ലഡ് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വേറൊരുത്തൻ ഓടി വന്നിട്ട് അവളുടെ ഷാള് പിടിച്ച് വലിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിന്നെപ്പോലെ ഒരു പെണ്ണല്ലേടി മാനം നഷ്ടപ്പെട്ട് ഇവിടെ കിടക്കുന്നത്, നിനക്കൊക്കെ എത്രത്തോളം ധൈര്യം ഉണ്ടായിട്ട് വേണം ആ കുട്ടിയെ കാണാൻ എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇവിടേക്ക് വരാൻ എന്ന് പറഞ്ഞ് അവൾ ഷാൾ ഇങ്ങനെ വലിക്കാൻ നോക്കുമ്പോഴേക്കും അയാളുടെ കൈ പിടിക്കുകയാണ് കേട്ടോ വേറൊരാൾ. അപ്പോൾ അലീന അങ്ങോട്ട് ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് നമ്മുടെ പഴയ ഓട്ടോ ഷാജിയായിരുന്നു. ഓട്ടോ ഷാജിയുടെ വീടും നമ്മുടെ ശരണ്യയുടെ വീടിൻ്റെ ആ ഭാഗത്ത് തന്നെയാണ്. ശരണ്യയുടെ ഒരു അകന്ന ബന്ധു കൂടിയാണ് കേട്ടോ ഓട്ടോ ഷാജി. അപ്പോൾ അലീന അപ്പോഴേക്കും മുഖം പൊട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും അവൾ മനുവിനെ വിളിച്ച് പറയുകയാണ്, മനുവേട്ടൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ, ഞാനിവിടെ ശരണ്യയോട് സംസാരിക്കുകയാണ് എന്നൊക്കെ നുണ പറയുകയാണ്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എന്താണ് അലീന, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ എന്നോട് തുറന്ന് പറയുമ്പോൾ അലീന, ഇല്ല മനുവേട്ട, ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഞാൻ ആ വീട്ടിലെ സർവൻ്റാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആരും എന്നോട് അപമര്യാദയായിട്ടൊന്നും പെരുമാറില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന
നിൽക്കുന്ന ഓട്ടോ ഷാജി ഇവളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, എങ്കിലും നീ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വന്നോളൂ. എന്നെ നമ്മളെ ഗോവർദ്ധനങ്ങൾ വിളിക്കുകയും ചെയ്തു. വക്കീലിനെ കണ്ട് എന്തോ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുകയും ചെയ്തു. ഓട്ടോക്ക് കൊടുക്കാൻ ക്യാഷ് ഉണ്ടോ നിൻ്റെ കയ്യിൽ? അത് കുഴപ്പമില്ല മനുവേട്ടാ, ഞാൻ അവിടെ ചെന്നിറങ്ങുമ്പോൾ അച്ഛൻ്റെ അടുത്ത് വാങ്ങിച്ച് കൊടുത്തോളാം എന്ന് പറയുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നീ ഇറങ്ങുമ്പോൾ എന്നെ ഒന്ന് വിളിക്ക്, ഞാൻ ഫ്രീ ആണെങ്കിൽ നിന്നെ വന്ന് പിക്ക് ചെയ്തോളാം കേട്ടോ. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണേ എന്ന് പറഞ്ഞ് മനു പോകുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം ഷാജി അവളെയും കൂട്ടി ഷാജിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഷാജിയുടെ അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു. അലീനയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഷാജിയുടെ പെങ്ങൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ പൊന്നു കൊച്ചേ, നിനക്ക് ഇത്രക്ക് ബുദ്ധി ഇല്ലാണ്ടായോ? ആ വീട്ടിൽ നിന്ന് ഒരാൾ ഇവിടുത്തെ ഈ വീട്ടിലേക്ക് എന്നല്ല, ഈ കോളനിയിലേക്ക് തന്നെ കാല് കുത്താൻ നിനക്ക് എത്രത്തോളം ധൈര്യം ഉണ്ടായിട്ട് വേണം എന്ന് ചോദിക്കുമ്പോൾ അലീന പറയാണ്, ഞാൻ ആ വീട്ടിലെ അംഗമൊന്നും അല്ലല്ലോ, ഞാനൊരു സെർവൻ്റ് അല്ലേ. എന്നെപ്പോലെ ഒരു പെൺകുട്ടിയാണല്ലോ ഇങ്ങനെ അപകടം പറ്റിയത്. അതറിഞ്ഞപ്പോൾ ഞാൻ വന്നേ ഉള്ളൂ. അപ്പോൾ ഷാജി പറയുന്നുണ്ട്, ഞാനിപ്പോൾ ചെന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു അവിടെ. എല്ലാവരും കൂടി ഇയാളിട്ടിപ്പോൾ അടിച്ച് തകർത്തേനെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓട്ടോ ഷാജി ഇവളെയും പിടിച്ച് ഇങ്ങോട്ട് പോകുന്നത് കണ്ടിട്ട് പിന്നാലെ തന്നെ ശരണ്യയുടെ 1-2 ബന്ധുക്കാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ഷാജി, നീ അവളെ സംരക്ഷിക്കേണ്ട കാര്യം നിനക്ക് എന്താ? അവളിങ്ങോട്ട് ഇറക്കി വിടുന്നു പറയുമ്പോൾ ഷാജി പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ ഇത്ര ബുദ്ധി ഇല്ലാണ്ടായോ? ആ പെൺകുട്ടിയെ നിങ്ങൾ എന്തെങ്കിലും ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്താൽ ഇതുപോലെ തന്നെ കേസല്ലേ നിങ്ങളുടെ നേരെ എടുക്കുക? നിങ്ങളെന്താ അതൊന്നും മനസ്സിലാക്കാതെ? ആ കുട്ടി അവിടുത്തെ ഒരു സെർവൻ്റാണ്. അവളെപ്പോലൊരു പെൺകുട്ടിക്കാണല്ലോ ഈ ഗതി വന്നതെന്ന് ആലോചിച്ച് അവളൊന്ന് കാണാൻ വന്നു എന്നല്ലേ ഉള്ളൂ. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? അവൾ പറഞ്ഞോ പൈസ കൊടുത്തോ മൊഴി മാറ്റി പറയിക്കാൻ വേണ്ടി വന്നതാണെന്ന്? അതെന്താ ഷാജി, ഞങ്ങൾക്ക് അങ്ങനെ സംശയിച്ചൂടെ? അവർ നല്ല ഉള്ളവരാണല്ലോ, അവർക്കൊക്കെ എന്ത് വേണമെങ്കിലും ആവാലോ എന്നൊക്കെ അയാൾ പറയാണ്. എന്തായാലും അങ്ങനെയൊന്നുമില്ല, ആ കുട്ടി തിരിച്ചു പോവാൻ തന്നെ നിൽക്കുകയാണ്. നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോ, നിങ്ങളാരും അവളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് ഷാജി വന്നവരെയൊക്കെ തിരിച്ചയക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം ഷാജിയുടെ അനിയത്തി സഹോദരി അവളുടെ മുറിവിലൊക്കെ മരുന്നൊക്കെ വെച്ച് നെറ്റിയിൽ പൊട്ടിയ സ്ഥലത്ത് ബാൻഡേജൊക്കെ വെച്ച് കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷാജി തന്നെ അവളെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നെറ്റിയിലെ ബാൻഡേജൊക്കെ കണ്ട് കൃഷ്ണമോൾ പേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ചേച്ചി നെറ്റിയിലൊക്കെ ഒരു ബാൻഡേജ്? ഇവിടുന്ന് പോകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ അലീന കള്ളം പറയാണ് കേട്ടോ, ഞാൻ അവിടെ ഒന്ന് തട്ടി വീണു മോളെ, അപ്പോൾ നെറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു, അപ്പം തന്നെ ഞാനൊരു ബാൻഡേജ് മേടിച്ച് അങ്ങോട്ട് കെട്ടി എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് ഒപ്പിക്കുകയാണ്. അപ്പോൾ അവളവിടെ ഇറക്കിയതിന് ശേഷം ഷാജി പോവുകയാണ്. അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് 2 പോലീസുകാർ വരികയാണ് കേട്ടോ. അപ്പോൾ പോലീസുകാർ വന്നിട്ട് നേരെ വന്ന് ബാലചന്ദ്രനോടാണ് സംസാരിക്കുന്നത്. ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, എടോ തൻ്റെ വീട്ടിൽ ഇതെന്നും കയറി ഇറങ്ങാനാണല്ലോ ഞങ്ങൾക്ക് സമയം എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ സാറേ എൻ്റെ വീട്ടിൽ സാർമാർക്ക് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാണ്, ഇന്നലെ ഇവിടുത്തെ നിങ്ങളുടെ വീട്ടിലെ സെർവൻറ്റ് ശരണ്യയുടെ വീട്ടിൽ പോയി മൊഴി മാറ്റി പറയണമെന്നൊക്കെ എന്തോ പറഞ്ഞോന്നോ, അവിടെ നിന്ന് അവൾക്ക് തല്ല് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിന് കേസുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ആകെ ഷോക്കാവുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ അലീനയെ വിളിക്കുന്നുണ്ട്. അലീന അപ്പോൾ ആകെ പേടിക്കുകയാണ്. അച്ഛനിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, മനുവേട്ടനോടും പറഞ്ഞിട്ടില്ല, ഇനി ഇതിപ്പോൾ എല്ലാവരും അറിയുമല്ലോ എന്ന് ആലോചിച്ച് ടെൻഷനാവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ അലീന ഈ കേൾക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് എവിടേക്കും പോവരുതെന്ന്, എന്നിട്ടിപ്പോൾ എന്താ ഈ കേൾക്കുന്നത്? അപ്പോൾ അവർ പോലീസുകാർ ചോദിക്കുന്നുണ്ട്, കേസുണ്ടോ നിങ്ങൾക്ക്? കേസുണ്ടെങ്കിൽ കേസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ അലീന പറയാണ്, എനിക്ക് കേസൊന്നുമില്ല സാർ, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അവരൊന്നും മിണ്ടാതെ തിരിച്ച് തന്നെ പോവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ നീ അവിടെ പോയത്? നിന്നോട് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ അവൻ എന്നോട് പറഞ്ഞ ആ വാക്ക് എനിക്കത് വിട്ട് കളയാൻ തോന്നുന്നില്ല, അതിലെന്തോ സത്യമുള്ള പോലെ തോന്നി, അപ്പോൾ അതൊക്കെ സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പോയിന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ അവൾ ഒരുപാട് വഴക്ക് പറയാണ് കേട്ടോ.
അലീന എന്നാൽ ഇതിനെയെല്ലാം ഒന്നിനെയും പേടിക്കാതെ അലീന ആരോടും പറയാതെ പിറ്റേ ദിവസവും അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് അലീന വീണ്ടും ശരണ്യയുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ശരണ്യയുടെ വീട്ടിലേക്ക് അലീന എത്തുമ്പോൾ അതിന് മുമ്പത്തെ ദിവസം അലീന വന്ന് അലീനയെ തല്ലിയിട്ട് കേസാവുമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അലീന ചെല്ലുമ്പോൾ ആരും തന്നെ അലീനയെ തടയുകയോ തല്ലാൻ നിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അലീന ശരണ്യയുടെ അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതം വാങ്ങിച്ചുകൊണ്ട് തന്നെ അകത്ത് കയറി ശരണ്യയെ കാണാണ്. അപ്പോൾ ശരണ്യയെ വല്ലാതെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ശരണ്യയോട് പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങനെ തളർന്നൊടിഞ്ഞ് കിടക്കരുത്, അറിയാം നിനക്ക് സംഭവിച്ചതൊരു വലിയൊരു തെറ്റ് തന്നെയാണെന്ന്, എങ്കിലും നീ ഇങ്ങനെ ആവരുത്, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ നീ വിചാരിക്കണം, നീ കോളേജിൽ പോകണം, പഠിക്കണം, വലിയ നിലയിലെത്തണം, അവരെക്കാളൊക്കെ വളരെ വലിയ നിലയിലെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസവും മാറി മാറി അലീന ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയെ ഇപ്പോൾ ചെല്ലുന്നതും സംസാരിക്കുന്നതൊക്കെ ശരണ്യയിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ശരണ്യയിലെ മാറ്റങ്ങൾ കണ്ട് വീട്ടുകാർക്കും വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. അപ്പോൾ അലീനയുടെ അടുത്ത് ആ ഒരു ശരണ്യയുടെ വീട്ടുകാർക്കും തോന്നുകയാണ് കേട്ടോ, തൻ്റെ മകൾക്ക് ഒരു താങ്ങും തണലുമായിട്ടാണല്ലോ അലീന നിൽക്കുന്നതെന്നൊരു സന്തോഷം വീട്ടുകാർക്കുണ്ടാവുകയാണ്. അങ്ങനെ ഓരോ ദിവസവും അലീന അവരിൽ ഒരു അടുപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സത്യസന്ധമായിട്ട് തന്നെയാണ് കേട്ടോ അലീന അവരോട് ഇടപഴകുന്നതെല്ലാം. അലീന അപ്പോൾ ശരണ്യയോട് പറയുന്നുണ്ട്, മോളെ നിൻ്റെ ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, നീ അതുകൊണ്ട് ഇതെല്ലാം മറക്കണം. ശരണ്യ അപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ അലീനയോട് പറയാണ് കേട്ടോ, ചേച്ചി ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചു, ഒരുപാട് വിശ്വസിച്ചു, എന്നെ അവൻ ചതിക്കാനായിരിക്കും എന്നെ സ്നേഹിക്കുന്നതെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞവൾ കരയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അവരാരെയും നമുക്ക് വെറുതെ വിടരുത് മോളെ, അവർക്ക് എത്രത്തോളം മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ അത് നമ്മൾ ചെയ്തിരിക്കും, അതിന് എവിടം വരെ പോകണമെങ്കിലും നിൻ്റെ കൂടെ ഞാനുണ്ടായിരിക്കും മോളെ എന്നൊക്കെ പറഞ്ഞ് അവൾക്കും അവളുടെ വീട്ടുകാർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയും ശരണ്യയുടെ വീട്ടുകാർക്കും അലീനയോട് വല്ലാത്തൊരു സ്നേഹവും പരിഗണനയും ഒക്കെ തോന്നുകയാണ്. അവരെ വീട്ടിലുണ്ടായിരുന്ന ഒരാൾ തന്നെ വന്നിട്ടാണല്ലോ അവർക്കൊക്കെ വേണ്ടിയിട്ട് കോടതി നടപടികൾക്ക് കൂടെ നിൽക്കുമെന്ന് പറയുന്നത്. അലീന ശരണ്യയോട് ചോദിക്കുന്നുണ്ട്, ശരണ്യ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യം പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ശരണ്യയോട് പറയുന്നുണ്ട്, ചേച്ചി എന്ത് ചോദിച്ചാലും ചേച്ചിയോട് ഞാൻ സത്യം മാത്രമേ പറയൂ, ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ് എനിക്ക് എന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മോളെ രോഹിത് എന്ന് പറയുന്ന ആ പയ്യൻ മോളെ ഉപദ്രവിക്കാൻ കൂടെ നിന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ശരണ്യ കുറച്ച് സമയമൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം ശരണ്യ പറയുന്നുണ്ട്, ചേച്ചി സത്യം പറയാലോ, ആ പയ്യൻ അവരുടെ കൂടെ എല്ലാത്തിനും കൂട്ടുനിന്നിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ അവിടെ വരുമ്പോൾ ഇവർ 4 ആളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ ആ റൂമിലിട്ട് ഇവർ 3 ആളും ഉപദ്രവിക്കുമ്പോഴും ആ പയ്യൻ അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ പയ്യൻ എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അത് ഞാൻ പോലീസ് സ്റ്റേഷനിലും മൊഴി കൊടുത്തതാണ്, മെഡിക്കൽ ചെക്കപ്പിലും അത് തെളിഞ്ഞതാണ്. എന്നിട്ടും എനിക്കറിയില്ല ചേച്ചി. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അപ്പോൾ മോളുടെ ആ മൊഴി പോലീസ് മനഃപൂർവ്വം അത് തള്ളിക്കളയായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, അതെ ചേച്ചി അതെ. അപ്പോൾ ശരണ്യയുടെ വീട്ടുകാർ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മോളിപ്പോൾ എന്നോട് ഈ പറഞ്ഞ കാര്യം അടുത്ത കോടതി കൂടുമ്പോൾ മോളത് സത്യമായിട്ട് പറയാൻ തയ്യാറാണോ? കാരണം നമ്മളെ ശിക്ഷിക്കാത്ത ഒരാളെ എന്തിനാണ് മോളെ നമ്മൾ ശിക്ഷിക്കുന്നത്? അവർക്കും ഉള്ളതല്ലേ 2 പെങ്ങന്മാരും കുടുംബവും ഒക്കെ. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, മോളെ ഇവൾക്ക് ഈ ഗതി വരാൻ അവനും കൂട്ട് നിന്നില്ലേ? അവനെയും ചിന്തിക്കാമായിരുന്നല്ലോ, അവന് 2 സഹോദരിമാരുണ്ടെന്ന്, അവൻ അത് ചിന്തിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ അവന് അതിനുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും, നമ്മ ശിക്ഷിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. കാരണം അവൻ്റെ അച്ഛൻ അറ്റാക്കായിട്ട് ഹോസ്പിറ്റലും അമ്മ അതിന് മുമ്പേ ആക്സിഡൻ്റ് ആയിട്ട് ഇപ്പോഴും ഡിസ്ചാർജായി വന്നിട്ട് പോലുമില്ല, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഹരി പറഞ്ഞ് എനിക്ക് അതൊക്കെ അറിയാൻ ചേച്ചി, അവരുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും ഒക്കെ ഹരി എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അവൻ ദുഷ്ടനാണ്, അവനാണ് എന്നെ ചതിച്ചത്. ചേച്ചി പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം, ഞാൻ കോടതി കൂടുമ്പോൾ ഇനി ഞാൻ വന്ന് പറഞ്ഞോളാം എന്നെ ഉപദ്രവിക്കാനായിട്ട് ഹരി ഉണ്ടായിരുന്നില്ല എന്ന്.
അലീനയ്ക്ക് ഇത് കേട്ട് ചെറിയൊരു സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം അവൾ ഒരുപാട് പ്രയത്നിച്ചത് അതിന് വേണ്ടിയിട്ടാണല്ലോ. എങ്കിലും അവൾ ശരണ്യയോട് എന്ത് വേണമെങ്കിലും നിനക്ക് ഞാനിനി ചെയ്ത് തരാൻ തയ്യാറാണ് കേട്ടോ മോളെ. നീ പഠിക്കാൻ ഇറങ്ങണം. നിൻ്റെ ഭാവി നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ നീ വിചാരിക്കണം. ഇവരെക്കാളൊക്കെ നല്ല നിലയിൽ നീ എത്തിപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അലീന വീട്ടിലെ ബാലചന്ദ്രനോടും മനുവിനോടും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവള് ശരണ്യ മൊഴി മാറ്റി പറയാമെന്ന് തയ്യാറായിട്ടുണ്ട്. മൊഴി മാറ്റി പറയാമെന്നല്ല, സത്യമായിട്ട് തന്നെ പറയാമെന്ന്. രോഹിത് അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ അച്ഛാ. അവളത് എന്നോട് സത്യം തുറന്ന് പറയുകയും ചെയ്തു. രോഹിത് അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ബാലചന്ദ്രനും അലീനയോട് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ അലീനയെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.